ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കി എന്തെല്ലാം കാണിച്ചിട്ടും ഗൗതത്തിനെയും നന്ദയെയും പിങ്കിയുടെ വരുതിക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഗൗതത്തിന് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാര്യയ്ക്കാണ് യഥാർത്ഥ സ്ഥാനമെന്ന് ഗൗതം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം കൂടി കഴിഞ്ഞ് നമ്മുടെ ഗൗതവും നന്ദയും കൂടി ഇനി കുഞ്ഞ് വരാൻ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. അതിനു മുമ്പ് ഇവർക്ക് ഇവരുടേതായ ഒരു അടിപൊളി ജീവിതം വേണമെന്നും അതുപോലെ ഈ ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ഇനിയും വേണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് വന്നു. അരുണുമായിട്ട് സംസാരിച്ചു. പിന്നെ പവിത്ര പോയതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ തമ്മിൽ പറയും. അപ്പോൾ പവിത്ര ഇപ്പോൾ ആരെങ്കിലും കാണാൻ പോയതിൻ്റെ പേരിൽ ഇത്രയും പ്രശ്നം വീട്ടിലുണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നു ഇവർ, നന്ദയും അതുപോലെ തന്നെ ഗൗതവും. അത് നമ്മുടെ ഇന്ത്യവരം അല്ലേന്ന് അരുണും. അങ്ങനെ പാവം പവിത്ര ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു അടാർ കുഴിയിലാണ്. അത് പവിത്ര തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. പവിത്രയുടെ അച്ഛൻ പോലും പവിത്രയുടെ ജീവിതം നശിച്ചു പോയാൽ പോട്ടെ എന്നുള്ളൊരു മട്ടുമാതിരിയിലാണ് പുള്ളിക്കാരൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോന്നും. അപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന ആളാണെന്നുണ്ടെങ്കിൽ അച്ഛനെ പറഞ്ഞു വശീകരിച്ച് ഭയങ്കര ഇതാക്കി ഇങ്ങനെ വെച്ചിരിക്കാം. ഒന്നും പവിത്രയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവസാനം പവിത്ര ഇതിനെ എതിർത്ത് കഴിഞ്ഞപ്പോഴേക്കും പവിത്ര നമ്മൾ പറയുന്നത് പോലൊക്കെ തന്നെ അനുസരിക്കുമെന്ന് പറഞ്ഞ് സജയൻ ഇങ്ങനെ പറയണു. അപ്പോൾ സജയൻ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പവിത്രയ്ക്ക് പേടിയായി. കാരണം പവിത്രയ്ക്ക് അറിയാം ഇയാൾ ചില്ലറക്കാരനല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അയാളും അയാളുടെ അച്ഛനും പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥയായി മാറിയിരിക്കുന്നു പവിത്ര എന്നിട്ട് ഇവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങനെ ആകെ തല മരച്ചിരിക്കുക കേട്ടോ. അങ്ങനെ ആകതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അരുണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അരുണിനെ അവിടെ ഇട്ട് പേടിപ്പിക്കുവാണ് അരുന്ധതി. നീ ഒരു ഭർത്താവാണോടാ? നീ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത് എന്താ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നത്? ഇപ്പം അതെല്ലാം തെറ്റിച്ച് അവൾ നുണയും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുവാണ്. അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ഇത് ഒരിക്കലും സമ്മതിച്ച് തരാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അരുന്ധതിയും അതുപോലെ തന്നെ മോഹിനിയും ഒക്കെ ഇങ്ങനെ പറയാം. അവൾ പറഞ്ഞ കള്ളം എന്താണെന്ന് അറിയാമോ? അവളുടെ കുഞ്ഞമ്മയുടെ കാല് വയ്യാതായിട്ട് ആശുപത്രിയിൽ പോയത് അവളോട് ഇങ്ങനെ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അതെല്ലാം പറഞ്ഞ് നമ്മുടെ അരുണിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് പോയതിൻ്റെ കാരണം അവൾ പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ ഇനി അവൾ വന്നു കഴിഞ്ഞാലല്ലേ എന്താ സംഭവം എന്ന് അറിയത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അരുൺ അന്നേരം പറഞ്ഞു. ലക്ഷ്മിയോട് അവളുള്ള കാര്യം പറഞ്ഞടാന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ അരുന്ധതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പൊന്നു തമ്പുരാനേ നമ്മുടെ പവിത്ര കയറി വരുന്നത്. പവിത്ര കയറി വന്നപ്പോൾ എന്താ ഇന്ത്യവരം നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പവിത്രയ്ക്ക് മനസ്സിലായി. എല്ലാ എണ്ണങ്ങളും കൂടെ ചേർന്ന് പവിത്രയെ കൊത്തി വലിക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കുക. അപ്പം പേടിച്ച് കയറി ചെന്നപ്പോൾ ഇതേ വന്നല്ലോ അവളൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു മോഹിനിയും അതുപോലെ തന്നെ അരുന്ധതിയും അതുപോലെ നമ്മുടെ ലക്ഷ്മി പിന്നെ അങ്ങനെ വലിയ കടുംവെട്ടായിട്ടൊന്നും സംസാരിച്ചില്ല. ലക്ഷ്മി മാന്യമായ രീതിയിൽ എന്തിനാ മോളെ നീ കള്ളം പറയാനായിട്ട് പോയത്? അപ്പം അതല്ലേ പ്രശ്നമായത് എന്നിങ്ങനെ ലക്ഷ്മി ചോദിച്ചു. പിന്നെ അരുന്ധതി എന്ന് പറയുന്ന ആള് പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. പവിത്രയെ അവിടെ എടുത്തിട്ട് പൊരിക്കുവാണ്. ഈ കുടുംബത്തിൽ നിന്ന് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ നുണ പറഞ്ഞ് ഇറങ്ങിപ്പോയത്? നിന്നോട് പറഞ്ഞിരുന്നതല്ലേ നിന്റെ കുടുംബക്കാരുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന്? നിനക്ക് എന്താ ഇപ്പം പെട്ടെന്നൊരു ധാർഷ്ട്യം കയറി വരാനായിട്ട്? നിനക്ക് ഈ കുടുംബത്തിലുള്ളവർ പറയുന്നതിനൊന്നും വില തരാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അരുന്ധതി അങ്ങ് തുടങ്ങിയില്ലേ. അരുന്ധതി ആണെങ്കിൽ ഈ പവിത്രയുടെ വീട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ആ ക്വാളിറ്റിയെ കാണിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അവരുടെ അരികിലേക്ക് പവിത്രയെ വിടാത്തത്. എന്നിട്ട് പിന്നെ അതെല്ലാം അതായത് പവിത്രയുടെ വീട്ടുകാരെയൊക്കെ താഴ്ത്തി കെട്ടി അരുന്ധതി സംസാരിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പവിത്രയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പവിത്രയാണെങ്കിൽ കടിച്ചു പിടിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ അപ്പോഴും അരുന്ധതിയും മോഹിനിയും ഒക്കെ കൂടി ഇങ്ങനെ കൊത്തുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊത്തി വലിക്കുവാണ് നമ്മുടെ പവിത്ര. ലാസ്റ്റ് സഹി കെട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും കാലം നന്ദ മാത്രമായിരുന്നു അരുന്ധതിയുടെ മുന്നിൽ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സഹി കെട്ട് കഴിഞ്ഞപ്പോൾ പവിത്രയും പ്രതികരിക്കുന്നു. അതെ, എന്നെ കൂടുതൽ ആരും ഭരിക്കാൻ വരണ്ട. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. എൻ്റെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ ആരെ കാണണം, എവിടെ പോകണം, എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളാരും അല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്ക് എല്ലാവരും അന്തം വിട്ട് കണ്ണും വീഴ്ച വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക. പവിത്രയാണ് ഈ പറയുന്നത്, അതും അരുന്ധതിയോട്. അത് കേട്ടപ്പോൾ നീ ഏട്ടത്തിയോട് തറുതല പറയാറായോടി എന്നും ചോദിച്ച് അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നു മോഹിനി. ഒറ്റ അടി കൊടുക്കാനായിട്ട് കൈ ഓങ്ങുമല്ല, ഒരൊറ്റ പിടുത്തമായിരുന്നു ഇങ്ങനെ പവിത്ര കൈക്ക്. തൊട്ടു പോകരുത് തന്നെ എന്നും പറഞ്ഞു. എന്നെ തല്ലാൻ അമ്മയ്ക്ക് എന്താ യോഗ്യതയുള്ളത്, അല്ലെങ്കിൽ എന്താ അവകാശം ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയതിൽ ഇത്ര മഹാപാപമായിട്ട് എന്താ ഉള്ളത് എന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവായ അരുണേട്ടനില്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് എന്തിനാണെന്നും ചോദിച്ചുകൊണ്ടായി. പിന്നെ അരുൺ അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അരുണിനിപ്പോൾ ഇവരുടെ മുന്നിലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പാവം പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ പവിത്ര ഇങ്ങനെ പ്രതികരിച്ചത് അരുണിനെ ഞെട്ടിച്ച് കളഞ്ഞു. പവിത്ര ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളെ അല്ലല്ലോ. അങ്ങനെ പവിത്ര പറയുന്നത് കേട്ട് അരുൺ ഇങ്ങനെ ഞെട്ടി നിൽക്കുക.
ഇത് കേട്ട് കഴിഞ്ഞപ്പം ഓഹോ, അപ്പം നീ ഇത്രയ്ക്കൊക്കെ അഹങ്കാരിയായും അല്ലേ എന്ന് ചോദിച്ചിങ്ങനെ. അഹങ്കാരിയായിട്ടൊന്നുമല്ല, ഇതുപോലെ കെട്ടിയിട്ട് വളർത്താൻ ഞാൻ ഈ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ഡയലോഗുകൾ നമ്മുടെ പവിത്ര എടുത്തു. എനിക്ക് എൻ്റേതായ ആഗ്രഹങ്ങളും അത്യാവശ്യങ്ങളും ഉണ്ട്, അതിന് എനിക്ക് പുറത്തു പോയേ പറ്റൂ, അതിനെല്ലാവരുടെയും അനുവാദം കാത്തു നിൽക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. ഇനി എന്തായാലും പവിത്ര അതിന് തീരുമാനിച്ചിട്ടില്ല. ഇതൊക്കെ പവിത്ര അങ്ങ് പറഞ്ഞു. പവിത്ര അങ്ങ് ഭയങ്കര ബോൾഡായതുപോലെയൊക്കെ ഇവരുടെ നിന്നുള്ള സംസാരിക്കുക. അതും പറഞ്ഞു പവിത്ര അങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹിനിയും അരുന്ധതിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയെന്ന് ലക്ഷ്മി ചോദിച്ചു. അഹങ്കാരം, ഞാനെല്ലാം തികഞ്ഞു എന്നുള്ള അഹങ്കാരമാണ് അവൾക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. ഇതെല്ലാം നിന്റെ കയ്യിലെ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയോടും അതുപോലെ തന്നെ മോഹിനിയോടും പറഞ്ഞു. എന്നിട്ട് പിന്നെ ലക്ഷ്മിയെയും കുറേ കുറ്റപ്പെടുത്തി, അവളുടെ കള്ളങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചു കൊടുക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടേ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ലക്ഷ്മി പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനോ വകവയ്ക്കാനോ അരുന്ധതി തയ്യാറാവില്ല. അരുന്ധതിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അരുന്ധതി എന്നിട്ട് ഇങ്ങനെ ലക്ഷ്മിയെ കുറ്റവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ അരുണിനെയും കുറേ ഇട്ട് ശാസിച്ചു. നീ ഇങ്ങനെ നട്ടല് വളഞ്ഞവനായിട്ട് നടന്നോടാ, അതാടാ ഇതാടാ, നിന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേടാ, ഇക്കണക്കിന് നാളെ അവൾ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യൂടാ, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര വർത്തമാനം. അതൊക്കെ കേട്ട് നമ്മുടെ അരുണും ഇങ്ങനെ ആകെ ഇതായിട്ട് നിരാശയോടുകൂടി നിൽക്കുക കേട്ടോ. ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ബാക്കി മുഴുവൻ കേൾക്കേണ്ടി വന്നത് ഭർത്താവല്ലേ. അപ്പോൾ അതിൻ്റെ നിരാശയിൽ അരുൺ ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് ഈ പിങ്കിയും അതുപോലെ തന്നെ ചിറ്റയും കൂടി അവിടെ ഇരുന്ന് അടുത്ത പ്ലാൻ ഒരുക്കുക. കാരണം എന്താണോ പിങ്കി ഉദ്ദേശിച്ചത് അതൊന്നും നടന്നില്ല. ഇപ്പോൾ മുകളിലത്തെ താമസം, മുകളിൽ അവിടെ കിടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതവുമായി ഒറ്റയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ മാക്സിമം മുതലാക്കാനായിരുന്നു. നന്ദ അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. നന്ദ ഇപ്പോൾ പറഞ്ഞിരുന്ന അനുസരിച്ച് അരുന്ധതിയും താഴെ കിടന്നാൽ മതിയെന്ന് നന്ദയോട് പറഞ്ഞു. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ട് നിൽക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗിരിജച്ചിറ്റ ചെന്ന് പിങ്കിയോട് പറയുന്നത്, മോളെ ഇപ്പോൾ നമ്മൾ പുറകോട്ട് വലിയാൻ പാടില്ല, നമ്മൾ പുറകോട്ട് വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ അടുത്ത പണി എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും അതിന് തലക്കനം കയറി വെട്ടുകയാണല്ലോ ചിറ്റ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ എല്ലാവരും കരുതലോടുകൂടി നോക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും ഒക്കെ നിന്നെയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. ഗൗതത്തിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും നിന്നെ മാത്രം ശ്രദ്ധിച്ചാലേ ശരിയാകൂ എന്നുള്ളൊരു തോന്നൽ വരുത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തോന്നൽ വരുത്ത ചിറ്റ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഗൗതത്തിനും ഈ വീട്ടിലുള്ളവർക്കും അങ്ങനെ ഒരു തോന്നൽ വരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പോൾ എല്ലാവരും ഒരു വഴിപാട് പോലെ നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ നീ ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കറിവേപ്പിലയാകുമെന്നുള്ള കാര്യം സത്യമാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവം വെച്ച് അന്നേരം നിന്നെ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ കുഞ്ഞു മതി, ഇന്ത്യവരത്തിൻ്റെ അനന്തരാവകാശിയെ മതി. അതിനു വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ നിൻ്റെ മുന്നിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അത് മാറണം. അത് മാറി എല്ലാവരും നീ എന്നുള്ളൊരൊറ്റ ചിന്തയിൽ വരണം. കുഞ്ഞ് ജനിച്ചാലും നിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഈ കുടുംബത്തിലുള്ളവരുടെ മനസ്സിലേക്ക് നീ ഇടിച്ച് കയറണം. അതുപോലെ തന്നെ ഗൗതത്തിൻ്റെ മനസ്സിലേക്കും. അവിടെ പിന്നെ നന്ദയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ വേണം നീ കാര്യങ്ങൾ നീക്കാൻ. ഞാനിതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ ചിറ്റേ, ഞാൻ എന്ത് ചെയ്താലും അതിനെല്ലാം ഇതായിട്ട് നന്ദ നിൽക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനെൻ്റെ മനസ്സിലൊരു ബുദ്ധി, ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ചെയ്താൽ മതി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗൗതത്തിന് നിന്നോട് ഉള്ള അടുപ്പം കൂടും. പിന്നെ എവിടെ പോകാനോ എന്ത് ചെയ്യാനോ ഗൗതത്തിനൊരു പേടി വരും. എപ്പോഴും നിന്നെ നോക്കണമെന്നും നിന്നെ ശുശ്രൂഷിക്കണമെന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ നിന്നിൽ ഒതുങ്ങിക്കൂടാനായിട്ട് ഗൗതം ശ്രമിക്കും. ആ സമയം നീ മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്നും അവനെ നിൻ്റേതാക്കി എടുക്കണമെന്നും നന്ദയെ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഉപേക്ഷിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. ചിറ്റി എന്ത് ഈ പറഞ്ഞു വരുന്നതെന്ന് പിങ്കി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുശു 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 എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എന്തൊക്കെയോ കുറേ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരുന്ന, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിങ്കിയുടെ മുഖം അങ്ങ് തെളിഞ്ഞു. എന്തായാലും പിങ്കിക്ക് ഭയങ്കര സന്തോഷമായി. ചിറ്റ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് പിങ്കി മേഡം അങ്ങ് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ ചേർന്ന് ഇന്ത്യവരത്തിൽ നിന്ന് പുറത്തു പോകുക കേട്ടോ. പുറത്തേക്ക് പോകുന്ന സമയത്ത് രണ്ടെണ്ണങ്ങളും കൂടെ എന്താ ഒപ്പിച്ചിരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഏതായാലും ചെന്ന് രണ്ടും കൂടെ വണ്ടിയിൽ ഇറങ്ങിയിട്ടും ഒരുമാതിരി കള്ളികൾ ഇങ്ങനെ ഈ തക്കം പാർത്ത് നിൽക്കുകയല്ലേ, അതുപോലെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നു. പോലീസുകാർ വന്നു വണ്ടി നിർത്തി കഴിഞ്ഞപ്പം എന്താ നിങ്ങൾ ഇവിടെ എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല മേഡം. അപ്പോൾ ഒരു വനിതാ പോലീസുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒന്നുമില്ല മേഡം എന്ന് പറഞ്ഞു. ഒന്നുമില്ലാഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി പറ്റുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരെ കുറേ അതും ഇതൊക്കെ ഇവരോട് ചോദിക്കുക. രണ്ടെണ്ണങ്ങളും കൂടെ ഒരുമാതിരി സംശയാസ്പദമായ രീതിയിൽ സംസാരിക്കുക കേട്ടോ. അങ്ങനെ സംസാരിക്കുമ്പോൾ പോലീസുകാർക്ക് ഇവരെ ശരിക്കും സംശയം. അപ്പോൾ ഇവളുമാരെന്തോ ഒരു ചുറ്റിക്കെട്ടാണ് അല്ലെങ്കിൽ വള്ളിക്കെട്ട് കേസുകളാണ് എന്നിങ്ങനെ തോന്നി പോലീസിന്.
പോലീസ് എന്നിട്ട് ഇവരോട് തലങ്ങും വിലങ്ങും ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി കിടന്ന് ബപ്പപ്പ അടിക്കുക. അപ്പോൾ നമ്മുടെ പോലീസ് പറഞ്ഞു, ഏതായാലും ഇവിടെ വെച്ച് നമുക്ക് സംസാരിക്കേണ്ട, സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു. സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്തിനും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജയും പിങ്കിയും കൂടെ പറയുക. ഇവളുമാർ തന്നെ ഒപ്പിച്ച് വെച്ച എന്തോ ഒരു പണിയാണ്, അപ്പോൾ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയില്ലേ എന്ന് പറഞ്ഞൊരവസ്ഥ. അവസാനം ആ പോലീസുകാർ പറഞ്ഞു, വാടി ഇങ്ങോട്ട് വന്ന് വണ്ടിയെ കയറിയെന്ന് എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ പിടിച്ച് വലിച്ചഴച്ച് പോലീസുകാർ പിങ്കിയെ കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെ പിങ്കിയുടെ ഈ അഹങ്കാരത്തിന്, പിങ്കി കാണിച്ചു കൂട്ടുന്നതിന് പിങ്കിക്ക് തന്നെ ശിക്ഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോലീസ് വലിച്ചഴച്ച് തെരുവിലൂടെ ഈ പിങ്കിയെ കൊണ്ടുപോകുന്ന നാട്ടുകാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഗിരിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗിരിജയാണെങ്കിൽ ഉള്ളിൽ ചിരിക്കുവാണോ അതോ ഇനി യഥാർത്ഥത്തിൽ ഇങ്ങനെ അബദ്ധം പറ്റി സംഭവിച്ചതാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഗിരിജയുടെ ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഗിരിജ ആണെങ്കിൽ, അയ്യോ സാറേ എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മോള് പാവം, എൻ്റെ മോളെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഗൗതം സാറിൻ്റെ റിലേറ്റീവ് ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പോഴേക്കും പോലീസുകാർ നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി കഥയൊക്കെ പറയാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ വലിച്ചഴിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുക തെരുവിലൂടെ, നാട്ടുകാരുടെ മുന്നിലൂടെ. എന്തായാലും പിങ്കിക്ക് പണി പാലുവെള്ളത്തിൽ കിട്ടി. അങ്ങനെ രണ്ടെണ്ണങ്ങളെയും കൂടെ പോലീസ് കൊണ്ടുപോയി. ഇത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇന്ത്യവരത്തിലുള്ളവർ അറിയുന്നില്ല. അവരാണെങ്കിൽ പവിത്രയുടെ ഈ ഒരു പ്രവൃത്തിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പവിത്ര അത് ചെയ്തു, പവിത്ര ഇത് ചെയ്തു, പവിത്ര അങ്ങനെ ചെയ്തു, പവിത്ര ഇങ്ങനെ ചെയ്തു, പവിത്ര ആളാകെ മാറിപ്പോയി, ഇപ്പോഴാണ് ആ ജ്യോത്സ്യം വന്ന് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുന്നു. അപ്പോൾ അയാൾ ഭ്രാന്തനോ അല്ലെങ്കിൽ അയാൾ ഒരിതൊന്നും അല്ല, പവിത്രയുടെ സ്വഭാവം തന്നെ അയാൾ പറഞ്ഞത്. പവിത്രയുടെ മാറ്റങ്ങളൊക്കെ കണ്ടില്ലേ, അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ. പവിത്ര ഇപ്പോൾ അതുപോലെയാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പവിത്രയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റുണ്ട് തുടങ്ങിയ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അതേ നമ്മുടെ ആശാത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നും പവിത്രമോളി ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ഏട്ടത്തി പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട, കാരണം അവളുടെ പ്രവൃത്തി ഏട്ടത്തിയും കണ്ടതല്ലേ, അവള് വലിയ ഏട്ടത്തിയോട് എങ്ങനെയാണ് അവൾ സംസാരിച്ചത് കേട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും അങ്ങനെ ചോദിക്കുന്നുണ്ടേ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ പവിത്രയുടെ പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുന്നു. ഈ സമയത്ത് പിങ്കിയെ പോലീസ് പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ പ്രവചനാതീതമായിട്ടുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ചന്ദ്രകാന്തത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. പിങ്കി എന്ത് ചെയ്താലും പിങ്കിക്ക് അത് വിനയായി തന്നെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഗിരിജ അതിബുദ്ധി പ്രയോഗിക്കും തോറും പിങ്കിയുടെ ജീവിതം അതോ ഗതിയിലേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ നല്ല രസമുള്ള എപ്പിസോഡായിരിക്കും വരാനുള്ളത്. അപ്പോൾ കാണില്ലേ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.